ഈ മഹാത്മാഗാന്ധി എന്തുകൊണ്ട് മഹാത്മാവാകുന്നില്ല എന്നതിനെക്കുറിച്ച് മിഥുനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ കുറെ മുമ്പ് എഴുതിയൊരു ഇതായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സായി ദീപക്കൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ബേസിക്കലി. അതായത് ഗാന്ധി പൂജിക്കുന്ന രാമൻ വിമർശനത്തിന് വിധേയനാണെങ്കിൽ മഹാത്മാഗാന്ധി എന്തുകൊണ്ടല്ല എന്നുള്ളത്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. പൊളിറ്റീഷ്യനെ ഒരു ഇത്ര വലിയ രീതിയിൽ ആരാധിക്കുകയും അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല എന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ. അപ്പം ഗാന്ധി എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. അതിൽ ഒരു പക്ഷേ നമുക്ക് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവ്സ് പലപ്പോഴും കാണാതെ പോവുകയാണ്. നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്തം ക്രെഡിറ്റും മഹാത്മാഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു രീതിയിലാണ് നമ്മളൊക്കെ ചെറുപ്പം മുതൽക്കേ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മേ ബി ഒരു കറൻസി നോട്ടിൽ മഹാത്മാഗാന്ധി കണ്ടിട്ട് ഇത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആൾ എന്ന രീതിയിലാണ് നമ്മുടെ മനസ്സിലേക്ക് അത് ഇറക്കി വിടുന്നത്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഇറക്കി വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു വേർഡ് ഓഫ് മൗത്തിലൂടെ തന്നെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരാളാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും മഹാത്മാഗാന്ധിക്ക് കൊടുക്കുകയും അത് രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ വാഴ്ത്തിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിനാണ് ഇതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മറ്റുള്ള ഈ പറഞ്ഞ പോലെ ഒരു ആംഡ് റിബല്യൻ നടത്താൻ നോക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ചെയ്യുന്നൊരു വലിയ ഇൻജസ്റ്റിസ് ആയി. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് മഹാത്മാഗാന്ധി ഒരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ മഹാത്മാ ടാഗ് കൊടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് എന്തൊക്കെയാ അത് കണ്ടെത്തൽ, അതിന്റെ ഈ മഹാത്മാവല്ല എന്ന് കണ്ടെത്താനുള്ള റീസൺസ് എന്തൊക്കെയാണ്? അതില് എന്താ പറയുക, നമ്മുടെ ഒരു ഈ ആംഡ് റിബല്യൻ തുടങ്ങിയത് ഒരു 1857 മുതൽക്ക് 1946 വരെയുള്ള പീരീഡിൽ ആംഡ് റിബല്യൻ പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പം 1857 നമ്മൾ എന്താ പറയുക, സവർക്കർ പറഞ്ഞത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ബ്രിട്ടീഷ് അതിനെ മ്യൂട്ടിനി എന്ന് പറയുന്നു, നമ്മളതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് സവർക്കറാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 1946 നേവൽ റിബല്യൻ, അതിനെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പം ഇതിനൊക്കെ ഒരു വലിയ പങ്കുണ്ട്. പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി, അതൊരു വലിയ ത്രെറ്റായിരുന്നു ബ്രിട്ടീഷ് ഫോഴ്സിന്. മാത്രമല്ല അവസാന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആർമിയുടെ ഒരു സ്ട്രെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ സോൾജേഴ്സ് ടു ബ്രിട്ടീഷ് സോൾജേഴ്സിന്റെ റേഷ്യോ വളരെ, അതായത് ബ്രിട്ടീഷ് സോൾജേഴ്സ് വളരെ കുറവായിരുന്നു പ്രൊപ്പോർഷനേറ്റ്ലി. അപ്പോൾ ഒരു മ്യൂട്ടനി പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ബ്രിട്ടീഷ് സോൾജേഴ്സിന് അവിടെ പിടിച്ചു നിൽക്കാനുള്ള സ്കോപ്പ് ഇല്ല എന്ന് അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയിലേക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ള ഈ ചില മൂവ്മെന്റ്സ് അതിലേക്ക് പൂർണ്ണമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് എനിക്ക് എതിർപ്പുള്ളത്. അപ്പൊ അതിലൊന്ന് ഈ പറഞ്ഞ പോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നത്. അന്ന് മുസ്ലിങ്ങളെ എന്താ പറയുക സപ്പോർട്ട് എടുത്തുകൊണ്ട് ബ്രിട്ടീഷിനെതിരെ ഒരു റിബല്യൻ നടത്താം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. ഒരു നോൺ വയലൻസ് എന്ന മോഡലായിരുന്നു കേട്ടോ. പക്ഷെ അത് ഒരു വലിയ വയലന്റ് രീതിയിലേക്ക് മാറുന്നു. കാരണം ഐഡിയോളജിക്കൽ മിസ്മാച്ച് ഉണ്ടായിരുന്നു. അവരാഗ്രഹിച്ചത് ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു ഐഡിയോളജി, മഹാത്മാഗാന്ധിയുടെ ഐഡിയോളജി ആയിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. പിന്നീട് അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലേക്ക് തോന്നുകയും അത് വലിയ ഹിന്ദു മുസ്ലിം ക്ലാഷിലേക്ക് പോവുകയും അപ്പോൾ ആ ഉദ്ദേശം തന്നെ പൂർണ്ണമായി തകരുകയും ഒക്കെയാണ് ചെയ്തത്. പിന്നെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ മഹാത്മാഗാന്ധി അതിന്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് തന്നെ UP-ലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്തൊരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അതിനെ ഡിസ്മാൻഡിൽ ചെയ്യായിരുന്നു ബേസിക്കലി. ആ പോയിന്റിൽ വെച്ചാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒഴിവാക്കണം. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പില്ലേഴ്സ് ആയിട്ടുള്ള ചില മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ, ഈ പറഞ്ഞ പോലെ ക്വിറ്റ് ഇന്ത്യ സമരം, ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ കുഴപ്പങ്ങളാണ് നമുക്ക് ഒരു പക്ഷേ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല ഇതിന്റെ വലിയൊരു റീസൺ എന്ന് നമുക്ക് തോന്നുക. ഈ പറഞ്ഞ പോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പരാജയപ്പെടുന്നു. ബ്രിട്ടീഷിന് അത് കൂടുതൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ നന്നായിട്ട് വളർത്താൻ സാധിക്കുന്നു. ഓൾറെഡി ഒരു മുസ്ലിം ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം സെപ്പറേറ്റ് മുസ്ലിം ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷിന്റെ കാലത്ത്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഹിന്ദു മുസ്ലിം ഡിവൈഡ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അതേപോലെ തന്നെയാണ് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നമ്മുടെ ദാണ്ഡി മാർച്ച് നടത്തിയിട്ട് നമുക്ക് ഈ ഉപ്പ് സത്യാഗ്രഹം അതിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതിലൂടെ ഉപ്പിന്റെ ടാക്സ് ഒന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതിനൊരു വലിയ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒടുക്കം അതിന്റെ ഒരു പീക്കിലെത്തി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇർവിൻ പാക്ട് പോയിട്ട് സൈൻ ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസിന്റെ തന്നെ ഉന്നത തലത്തിലുള്ള പല നേതാക്കളും മഹാത്മാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായിട്ടാണ് ഇർവിൻ പാക്ട് പോയിട്ട് സൈൻ ചെയ്ത് വരുന്നത്.
അപ്പം ഓരോ മൂവ്മെന്റിന്റെയും ഒരു പീക്കിലെത്തുമ്പം ഗാന്ധിജി അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷായിട്ട് അലൈൻ ആവാൻ നോക്കിയിട്ടുണ്ട്. അതെ. അപ്പം കോൺഗ്രസിന്റെ ഐഡിയോളജിക്ക് പൂർണ്ണമായിട്ട് എതിരായിരുന്നു ഈ സൈമൺ കമ്മീഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻസ് ഇല്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പരാജയപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ മൗലാന ആസാദിനെ പോലുള്ള ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്, കാരണം ഈ സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിന്റെ ഉദ്ദേശം എന്താണ്, ഈ പറഞ്ഞ പോലെ ഡു ഓർ ഡൈ എന്ന് പറയുമ്പോൾ ഡു വാട്ട് എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാതെ ലോഞ്ച് ചെയ്തൊരു മൂവ്മെന്റ് ആണ്. അതിന്റെ ഭാഗമായി നിൽക്കുന്ന വോളണ്ടിയേഴ്സിന് പോലും പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങുകയും പിന്നീട് അതൊരു വയലൻസിലേക്ക് മാറുകയും, അതിന്റെ എന്താ പറയാ, ഈ ടോപ്പ് ബ്രാസിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും, ഒടുക്കം കോൺഗ്രസിനെ അതൊന്ന് ബാക്ക് ഓഫ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഒരു സമരത്തിന്റെ ഒരു രീതി മാറിയത്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയെ പോലും ഈ പറഞ്ഞ ആഗാ ഖാൻ ഫോർട്ടിലായിരുന്നു അവർ ബ്രിട്ടീഷ് വെച്ചിരുന്നത് ആ സമയത്ത്. അപ്പം ആ മൂവ്മെന്റും ഫെയിലിയർ ആയി. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്ന 3 വലിയ മൂവ്മെന്റ്സ് ആണത്. അതിലൊന്നും തന്നെ നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ മറുഭാഗത്ത് നടക്കുന്ന ഒരുപാട് റെബല്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ പല സ്വാതന്ത്ര്യ സമര സേനാനികളും നയിക്കുന്ന പല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാതായി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പലരുടെയും പേര് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഒരു മഹാത്മാവിനെ നമ്മൾ സൃഷ്ടിക്കാൻ നോക്കിയത്. അപ്പൊ അവിടെയാണ് എനിക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഇദ്ദേഹത്തിന് മാത്രമാണ് എന്നൊരു നോഷനോട് എതിർപ്പുള്ളത്. അതിൽ പല കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. ആ പല കോൺട്രിബ്യൂട്ടേഴ്സിന്റെ പേര് പുറമേക്ക് വരുന്നില്ല. അതാണ് എൻ്റെ ഒരു മെയിൻ വിഷയം. മറ്റൊന്ന്, ഈ RSSന്റെ നിലപാടുകളോട് യോജിക്കുന്ന ഒരു നിലപാടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനും എന്താണ് മറുപടി? RSSന്റെ നിലപാടോട് എങ്ങനെ യോജിക്കുന്നു? ഗാന്ധിക്കെതിരാണല്ലോ പൊതുവെ, ഗോഡ്സെ അല്ല, ഈ RSSന്റെ നിലപാടെന്ന് പറയുമ്പോൾ ഈ ഗാന്ധിയെ നമ്മൾ, അതായത് ഇവിടെ ഇതാണ് പ്രശ്നം. നമ്മളിപ്പോ ഗാന്ധിയെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വിമർശിക്കുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സവർക്കറിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വിമർശിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗാന്ധിയെ ഇക്വേറ്റ് ചെയ്യുന്നത് സവർക്കർ ആയിട്ടാണ്. ഗാന്ധിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് സവർക്കർ എന്നൊരു ഇക്വേഷനിൽ മാത്രമാണ്. നമ്മൾ ബൈനറിയിൽ ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അവിടെയാണ് പ്രശ്നം. കാരണം ഇവിടെ സവർക്കറിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു സംഖ്യയായി മാറുകയാണ്. അതുപോലെ സവർക്കർ ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു സംഖ്യ ടാഗ് നിങ്ങൾക്ക് കിട്ടും. ഈ പറഞ്ഞ പോലെ 2 സ്റ്റേറ്റ്സ് തിയറി, ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം ലീഗിന്റെ കുറെ നേതാക്കൾ 1920കളുടെ തുടക്കം മുതൽക്കേ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് മറ്റൊരു രാജ്യം, ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ നോഷൻ അവർ മുന്നോട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഈ നേതാക്കൾ മുസ്ലിം യുവാക്കളെ ബ്രിട്ടീഷ് മിലിറ്ററിയിലേക്ക് കൂടുതൽ ചേരാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സവർക്കർ എന്ന് പറയുന്ന മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് അത് മുൻകൂട്ടി കാണുകയും, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാളെ അത് ഇവിടുത്തെ ഹിന്ദു പോപ്പുലേഷനെ ബാധിക്കും. കാരണം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ ഉണ്ടാവും, ഒരു യുവ മുസ്ലിം പോപ്പുലേഷൻ. അവര് ഹിന്ദുക്കൾക്ക് വലിയ ഭീഷണിയാവുന്ന സവർക്കർ അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ അവർ നോക്കിയത്. കാരണം ഹിന്ദു യുവാക്കളെ ചേർത്ത് പിടിക്കുക, ഇങ്ങനൊരു കാര്യം അവിടെ നടക്കാൻ പോകുന്നുണ്ട്, മുസ്ലിംസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പുഷ് വരുന്നുണ്ട്, മുസ്ലിം നേതാക്കളുടെ ഭാഗത്ത് അങ്ങനെ പുഷ് വരുന്നുണ്ട്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കിയത്. പക്ഷെ അതൊക്കെ കൂടെ തിരിച്ച് സവർക്കറിന്റെ ഒരു ഹിന്ദുത്വവാദിയാക്കി മാറ്റി, സവർക്കറിന് മറ്റൊരു ടാഗ് കൊടുത്ത്, ആ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാതെയാണ് പലപ്പോഴും ഈ ഒരു സവർക്കർ ടാഗ് പലർക്കും എന്താ പറയുക കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വ ടാഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.